ഹലോ ഗൈസ്, ബിഗ് ബോസിൽ വീണ്ടും പൊട്ടിത്തെറിയോട് പൊട്ടിത്തെറി. അതേ കൂട്ടുകാർ, ഇപ്പോൾ ലൈവിൽ പോകുന്നുണ്ട് നമ്മുടെ അനുമോളും നിവിനും ജിസയിലുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ. വേറെ ഒന്നുമല്ല, ഒരു ബർഗറിനെ ചൊല്ലിയുള്ള പ്രശ്നമാണ്. ലാസ്റ്റ് നമ്മുടെ അനുമോള് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഞാൻ ബർഗർ ഒന്നും കാണാത്ത നാട്ടിൽ നിന്നും വന്നതല്ല, ഞാനും കഴിക്കുന്നതാണോ, നിങ്ങൾ ഒറ്റയ്ക്ക് തിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് സ്വേച്ഛാധിപതികൾക്ക് മാത്രം കഴിക്കാൻ വേണ്ടി ചില ഫുഡൊക്കെ നമ്മുടെ അനുമോളെ കൊണ്ടുണ്ടാക്കുക. പക്ഷെ അവരൊട്ട് കഴിക്കാനും പാടില്ല. അനുമോൾക്കിട്ട് ഒരു മുട്ടൻ പണി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അനുമോൾ തിരിച്ചടിക്കാൻ വേണ്ടി ജിസയിൽ ലിപ്സ്റ്റിക് ഇടുന്ന കാര്യവും ഒക്കെ എടുത്ത് വലിച്ചിടുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ജിസയിൽ ലിപ്സ്റ്റിക് ഇട്ടോ എന്ന് നോക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ കൊണ്ട് നമ്മുടെ ജിസയിലിന്റെ ചുണ്ടത്ത് വന്ന് ഇങ്ങനെ ഉരച്ചിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ തന്നെ ജിസയിൽ നമ്മുടെ അനുമോൾ ഒറ്റ തള്ളുന്നുണ്ട്. പിന്നെ അത് പറഞ്ഞ് പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്നെ കയ്യേറ്റം ചെയ്തു എന്നുള്ളതായി നമ്മുടെ ജിസയിൽ. എന്റെ അനുവാദം കൂടാതെ എന്നെ തൊടാൻ പാടില്ല എന്നുള്ളൊരു രീതിയിലായി. അപ്പൊ എല്ലാവരും അനുമോൾ ചെയ്തത് തെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരാൾക്കുടെ അനുവാദം കൂടാതെ ചെയ്യാൻ പാടില്ല, അവർ സ്വേച്ഛാധിപതിയാണ്, അപ്പൊ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട്. അപ്പൊ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ ആരെയും ഫിസിക്കലായിട്ട് ഉപദ്രവിച്ചിട്ടില്ല, എന്നെ അവർ തല്ലിയതോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനുമോളും തിരിച്ച് പറയുന്നൊക്കെ ഉണ്ട്. ലാസ്റ്റ് എല്ലാവരും, നമ്മുടെ ശരത്തായാലും എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ അനുമോളെ ഈ ഒരു പേരിൽ അവിടെ നിന്നും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ ബിഗ് ബോസിനോട് പറയുകയാണ്, ജിസേലിനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അനുമോളെ പുറത്താക്കണം ഇവിടെ നിന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു സീൻ ഉണ്ടാക്കിയാണ്. ഇതിന്റെ പിന്നെ അപ്പോഴാണ് നമ്മുടെ നിവിനും വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അനുമോൾ ഈ പ്രശ്നത്തിൽ ബിഗ് ബോസ് ഇവിടെ നിന്നും പുറത്താക്കിയില്ലെങ്കിൽ താൻ ക്വിറ്റ് ചെയ്യും എന്നും പറഞ്ഞ് നമ്മുടെ നിവിൻ അവിടെ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആദിലേ നൂറയൊക്കെ പറയുന്നുണ്ട്, വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ, അതേപോലെ പ്രവർത്തിക്കുകയും കൂടി വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അനുമോൾ ഈ ഒരു കേസിൽ ഇവിടെ നിന്നും പറഞ്ഞു വിടാൻ യാതൊരു സാധ്യതയും ഇല്ല. കാരണം ഉന്തും തള്ളൊക്കെ നമ്മുടെ ബിഗ് ബോസിൽ പതിവാണല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ നിവിൻ പറഞ്ഞുണ്ടല്ലോ, അനുമോളെ പുറത്താക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാ ആഴ്ചയിലും അനുമോളെ നോമിനേഷനിലിടണം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ താൻ ക്വിറ്റ് ചെയ്യും എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് നമ്മുടെ നിവിൻ, അല്ലെ? അപ്പൊ ഇനി എന്തായിരിക്കും നമ്മുടെ ബിഗ് ബോസിൽ നിന്നും വരുന്ന ഒരു പ്രതികരണം, അല്ലെ കൂട്ടുകാരെ? നമുക്ക് നോക്കാം നിവിൻ എങ്ങനെയായിരിക്കും പുറത്തേക്ക് പോകുന്നത്, അല്ലെ? കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു ബിഗ് ബോസ് അപ്ഡേറ്റുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.